പത്തനംതിട്ട ജില്ലയിലെ കോന്നി എലിയറയ്ക്കൽ നിന്നും 10 കിലോമീറ്റർ വനത്തിൽ കൂടി സഞ്ചരിച്ചാൽ കല്ലേലി അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിലെത്താം. അച്ചൻ കോവിലാറിൻ്റെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദി ദ്രാവിഡ ഗോത്ര ജനതയുടെ ആചാരങ്ങൾ ഇപ്പോഴും അണുവിട തെറ്റാതെ പിന്തുടരുന്ന കല്ലേലി അപ്പൂപ്പൻകാവ്. മലദൈവങ്ങളുടെ അധിപനായ ഊരാളി അപ്പൂപ്പൻ 999 മലകൾക്ക് കാവലാളായി നിൽക്കുന്ന ഊരാളി അപ്പൂപ്പൻ പാണ്ടിനാടും മലയാളക്കരയും അടക്കിവാണ വീര യോദ്ധാവാണെന്ന് പറയപ്പെടുന്നു. കല്ലേലി അപ്പൂപ്പൻ്റെ അനുഗ്രഹം തേടി നാനാ ദിക്കുകളിൽ നിന്നും ആളുകൾ ദിവസവും ഇവിടെ എത്തുന്നു. മേടമാസത്തിലെ 10-ാമതയ ഉത്സവമാണ് പ്രധാനം. അപ്പൂപ്പന് അടുക്ക് വെക്കുക എന്നതാണ് പ്രധാന വഴിപാട്. കള്ള്, താമ്പൂലം തുടങ്ങിയവയാണ് അടുക്കിലുള്ളത്. അപ്പൂപ്പനോട് ഉള്ള പ്രാർത്ഥനകൾ ഉച്ചത്തിൽ ആവണമെന്നാണ് നിഷ്ഠ. താളത്തിൽ വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥനയാണ് ആചാരം. കാവിൻ്റെ അധിപനായി ഊരാളി അപ്പൂപ്പനെയും തൊട്ടരികിൽ അപ്പൂപ്പൻ്റെ അമ്മയെന്ന സങ്കല്പത്തിൽ അമ്മൂമ്മയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവർക്ക് എതിർവശത്തായി ഊരാളി അപ്പൂപ്പനെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന വടക്കഞ്ചേരി വല്യച്ഛൻ്റെ ഉപദേവതയായി കുടികൊള്ളും. കരിഗണപതി എന്നറിയപ്പെടുന്ന കൗളഗണപതി, കുട്ടിച്ചാത്തൻ, വിഷ്ണു സങ്കല്പത്തിലുള്ള ഹരിനാരായണൻ എന്നിവയാണ് മറ്റ് ഉപദൈവങ്ങൾ. മേൽക്കൂരകളില്ലാത്ത ശ്രീകോവിലും പൂജാവിധികളും ഏവർക്കും കാണാമെന്നുള്ളതും ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കോൺക്രീറ്റ് ബിൽഡിങ്ങുകളില്ലാതെ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് ക്ഷേത്രം. ഇവിടുത്തെ മറ്റൊരു നേർച്ചയാണ് വട്ടി നേർച്ച. ഉപദേവ ക്ഷേത്രങ്ങളിലൊന്നും തന്നെ മേൽക്കൂരകളില്ല എന്നതും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ദിവസവും ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നത്. വരുന്ന എല്ലാവർക്കും ഭക്ഷണം ഇവിടെ റെഡിയാണ്. കഞ്ഞിയും പയറും അച്ചാറും ചേർത്തുള്ള ഭക്ഷണവും കഴിച്ച് നമുക്ക് ക്ഷേത്ര ദർശനം നടത്താം. പ്രകൃതിക്കും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ പ്രതീകമായാണ് കാവിലെ ചടങ്ങുകൾ നടക്കുന്നത്.